വാസിഷ്ഠസുധ, യോഗവാസിഷ്ഠസാരം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. 18-ാം സർഗം, നിർവാണ പ്രകരണം. ഈ സർഗത്തോടെ യോഗവാസിഷ്ഠസാരം, വാസിഷ്ഠസുധ അവസാനിക്കുന്നു. വസിഷ്ഠ രാമചന്ദ്ര സംവാദ. ഭരദ്വാജൻ ചോദിച്ചു, ഭഗവൻ, അങ്ങയുടെ കാരുണ്യത്താൽ എല്ലാം പിടികിട്ടി. വൈരാഗ്യത്തെ കവിഞ്ഞ് ഒരു ഭാഗ്യം വരാനില്ല. സംസാരത്തേക്കാൾ വലിയൊരു ശത്രുവും ഉണ്ടാകാനില്ല. വസിഷ്ഠൻ രാമൻ ഉപദേശിച്ച ജ്ഞാനസാരം അങ്ങയിൽ കൂടി ചുരുക്കി പറഞ്ഞു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാൽമീകി പറഞ്ഞു, ഭരദ്വാജ, മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന മഹാജ്ഞാനം ഞാൻ പറയാം, കേട്ടുള്ളൂ. ഇത് കേട്ടാൽ തന്നെ സംസാര സമുദ്രത്തിലെ മുങ്ങിപ്പൊങ്ങൽ അവസാനിക്കും. സംഹൃതി സ്ഥിതി സംഭൂത ഭേദൈര്യോനേകധാ സ്ഥിതഃ ഏകോപി സന്നമസ്തസ്മൈ സച്ചിദാനന്ദമൂർത്തയേ. ഒരേ ഒരു സത്യമാണെങ്കിലും സംഹാരം, സ്ഥിതി, സൃഷ്ടി എന്നിവയിൽ കൂടി നാനാത്വം പ്രകടമാക്കി വർത്തിക്കുന്ന സച്ചിദാനന്ദ ഘന മൂർത്തിയായ ഭഗവാന് നമസ്കാരം. പ്രപഞ്ച വിലയം നേടി തത്വം അനുഭവിക്കാൻ ഉതകുന്ന ഉപായം ഉപനിഷത്തുക്കളെ ആസ്പദമാക്കി പറയാം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി അന്തർമുഖനായി പാപകർമ്മങ്ങളിൽ നിന്നും വിരമിക്കണം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി അന്തർമുഖനായി പാപകർമ്മങ്ങളിൽ നിന്നും വിരമിക്കണം. ശാസ്ത്ര ഗുരുവാക്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുണ്ടാകുന്ന ലൗകിക സുഖങ്ങളിൽ വിരക്തനാകണം. ശാസ്ത്ര ഗുരുവാക്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുണ്ടാകുന്ന ലൗകിക സുഖങ്ങളിൽ വിരക്തനാകണം. ചിത്തത്തെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കി സുഖകരമായ ആസനത്തിൽ ഇരുപ്പുറച്ച് ഓംകാരമുച്ചരിച്ച് പ്രണവോപാസനയിൽ ഏർപ്പെടണം. ചിത്തത്തെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കി സുഖകരമായ ആസനത്തിൽ ഇരുപ്പുറച്ച് ഓംകാരമുച്ചരിച്ച് പ്രണവോപാസനയിൽ ഏർപ്പെടണം. തുടർന്ന് ചിത്തം പ്രസന്നമാകും. കൂടുതൽ അന്തഃകരണ ശുദ്ധിക്കായി ലഘുപ്രാണായാമം അഭ്യസിക്കാം. വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കണം. ദേഹത്തെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ക്ഷേത്രജ്ഞനായ ജീവനിലും ഉത്തരോത്തര ഭാവങ്ങൾക്ക് ഉണർവു നൽകി വിലയിപ്പിക്കണം. ദേഹത്തെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ക്ഷേത്രജ്ഞനായ ജീവനിലും ഉത്തരോത്തര ഭാവങ്ങൾക്ക് ഉണർവു നൽകി വിലയിപ്പിക്കണം. തുടർന്ന് വിരാട് പുരുഷനായ പ്രാണനിൽ എത്തിക്കണം. അതും കടന്ന് മായയുടെ മൂടുപടമായ അവ്യാകൃതം അഥവാ അവ്യക്തം എന്ന ഇടത്തിലെത്തണം. അതിനപ്പുറം പരമകാരണമായ അഖണ്ഡബോധത്തിൽ സ്ഥിതി ഉറപ്പിക്കണം. ദേഹം മുതൽ പരമകാരണമായ അഖണ്ഡബോധം വരെയുള്ള കാര്യകാരണ പരമ്പരയെ പുറകോട്ട് അനുസന്ധാനം ചെയ്ത് പരമകാരണത്തിൽ ബുദ്ധിയെ ഉറപ്പിക്കണം എന്ന് താൽപ്പര്യം. ഇനിയും ഭാവനയിൽ കൂടി ദേഹഭാവങ്ങളെ അതാതിൻ്റെ കാരണങ്ങളിൽ വിലയിപ്പിച്ച് അനുസന്ധാനം തുടരണം. മാംസം, അസ്ഥി മുതലായ ദേഹഭാഗങ്ങളെ അവയുടെ കാരണമായ പൃഥിവിയിൽ വിലയിപ്പിക്കണം. രക്തം തുടങ്ങിയവയെ ജലത്തിൽ വിലയിപ്പിക്കണം. തേജോമയമായ അന്തഃകരണത്തെ തേജസ്സിൽ വിലയിപ്പിക്കണം. പ്രാണനെ വായുവിലും ദേഹാകാശത്തെ ആകാശത്തിലും വിലയിപ്പിക്കണം. ഈ പഞ്ചഭൂത ജഡാംശങ്ങളൊന്നും ആത്മാവല്ലെന്നുറപ്പിക്കണം എന്ന് താൽപ്പര്യം. ഇങ്ങനെ പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളെ അതാതിൻ്റെ രൂപത്തിൽ വേർപെടുത്തി കണ്ട് അതാതിൻ്റെ സമഷ്ടി ഭാഗങ്ങളായി കാണണം. ഇനിയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ കാരണങ്ങളിൽ വിലയിപ്പിക്കണം. ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാന ദേവതയാണ് അതാതിന്ദ്രിയത്തിൻ്റെ കാരണം. ഇന്ദ്രിയങ്ങളും ആത്മാവല്ലെന്ന് ഉറപ്പിക്കാനാണ് ഈ ഭാവന. ശ്രോത്രേന്ദ്രിയത്തെ ദിഗ്ദേവതയിൽ വിലയിപ്പിക്കണം. ത്വഗിന്ദ്രിയത്തെ വിദ്യുദ്ദേവതയിൽ ലയിപ്പിക്കണം. ആദിത്യനിൽ നേത്രത്തെ, രസനയെ ജലദേവതയിൽ, പ്രാണനെ വായുദേവനിലും വാക്കിനെ അഗ്നിദേവനിലും, കൈ ഇന്ദ്രനിൽ, പാദങ്ങളെ വിഷ്ണുവിൽ, വിസർജനേന്ദ്രിയത്തെ മിത്രദേവനിൽ, ജനനേന്ദ്രിയത്തെ കശ്യപനിൽ, അതുപോലെ
മനസ്സിനെ ചന്ദ്രനിൽ ലയിപ്പിക്കണം, ബുദ്ധിയെ ബ്രഹ്മദേവനിൽ. അവരൊക്കെ കരണങ്ങളിലെ അധിഷ്ഠാന ദേവതമാരാണ്. ഇന്ദ്രിയ രൂപത്തിൽ പറയപ്പെടുന്നതൊക്കെ ദേവന്മാരാണ്. ശ്രുതിവാക്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രമാണം. പ്രജനനേ ബ്രഹ്മാതിഷ്ഠതു, പാദയോർവിഷ്ണുസ്തിഷ്ഠതു, ഹസ്തയോർഹരസ്തിഷ്ഠതു, ബാഹ്വോരിന്ദ്രസ്തിഷ്ഠതു, ജഠരേ അഗ്നിസ്തിഷ്ഠതു, ഹൃദയേ ശിവസ്തിഷ്ഠതു, കണ്ഠേ വസവസ്തിഷ്ഠന്തു, വക്ത്രേ സരസ്വതീ തിഷ്ഠതു, നാസികയോർവായുസ്തിഷ്ഠതു, നയനയോശ്ചന്ദ്രാദിത്യൗ തിഷ്ഠേതാം, കർണയോരശ്വിനൗ തിഷ്ഠേതാം, ലലാടേ രുദ്രാസ്തിഷ്ഠന്തു, മൂർധ്ന്യാദിത്യാസ്തിഷ്ഠന്തു, ശിരസി മഹാദേവസ്തിഷ്ഠതു, ശിഖായാം വാമദേവസ്തിഷ്ഠതു, പൃഷ്ഠേ പിനാകീ തിഷ്ഠതു, പുരതശൂലീ തിഷ്ഠതു, പാർശ്വയോ ശിവാശങ്കരൗ തിഷ്ഠേതാം, സർവതോ വായുസ്തിഷ്ഠതു, തതോ ബഹിഃ സർവതോऽഗ്നിർജ്വാലാമാലാ പരിവൃതസ്തിഷ്ഠതു, സർവേഷ്വംഗേഷു സർവാ ദേവതാ യഥാസ്ഥാനം തിഷ്ഠന്തു. അഗ്നിർമേ വാചശ്രുതഃ വാക് ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, വായുർമേ പ്രാണേ ശ്രുതഃ പ്രാണോ ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, സൂര്യോ മേ ചക്ഷുഷി ശ്രുതഃ ചക്ഷുർഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ചന്ദ്രമാ മേ മനസി ശ്രുതഃ മനോ ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ദിശോ മേ ശ്രോത്രേ ശ്രുതാഃ ശ്രോത്രഗും ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, പൃഥിവീ മേ ശരീരേ ശ്രുതാ ശരീരഗും ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ആപോ മേ രേതസി ശ്രുതാഃ രേതോ ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ഓഷധിവനസ്പതയോ മേ ലോമസി ശ്രുതാഃ ലോമാനി ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ഇന്ദ്രോ മേ ബലേ ശ്രുതഃ ബലഗും ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, പർജന്യോ മേ മൂർധ്നി ശ്രുതഃ മൂർധാ ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ഈശാനോ മേ മന്യൗ ശ്രുതഃ മന്യുർഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, ആത്മാമ ആത്മനി ശ്രുതഃ ആത്മാ ഹൃദയേ ഹൃദയം മയി അഹമമൃതേ അമൃതം ബ്രഹ്മണി, പുനർമ ആത്മാ പുനരായുരാഗാത് പുനഃ പ്രാണഃ പുനരാകൂതമാഗാത്, വൈശ്വാനരോ രശ്മിഭിർവാവൃധാനഃ അന്തസ്തിഷ്ഠത്വമൃതസ്യ ഗോപാഃ. ശ്രുതിവാക്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രമാണം. ഇങ്ങനെ ഭാവന ചെയ്ത് ദേഹത്തെ തന്നിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് താൻ വിരാട് പുരുഷനായ പ്രാണനാണെന്ന് ഭാവന ചെയ്യണം. ബ്രഹ്മാണ്ഡ ശരീരിയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധനാരീശ്വരനാണ് വിരാട് പുരുഷൻ. എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും ആശ്രയം വിരാട് പുരുഷനാണ്. യജ്ഞരൂപനായ വിരാട് പുരുഷൻ സദാ ജാഗ്രത് വൃത്തിയിൽ ഉണർന്നു വർത്തിക്കുന്ന ദേവനാണ്. അണ്ഡത്തേക്കാൾ ഭൂമിക്ക് 2 ഇരട്ടി വലിപ്പം കൂടും. ഭൂമിയേക്കാൾ 2 ഇരട്ടി വലിപ്പം ജലത്തിനുണ്ട്. ജലത്തേക്കാൾ 2 ഇരട്ടി തേജസ്സിന്, തേജസ്സിനേക്കാൾ 2 ഇരട്ടി വായുവിന്, ആകാശത്തിന് വായുവിനേക്കാൾ 2 ഇരട്ടി വലിപ്പം കൂടും. ഇങ്ങനെ വേറിട്ടും ഒരുമിച്ചും ഈ ജഗത്ത് കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഭാവനയിൽ കൂടി മഹത്തായ ഈ ജഗത്തിൻ്റെ പൂർണ്ണ വിലയം സാധിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. കാര്യകാരണക്രമം ഭാവന ചെയ്ത് ബ്രഹ്മത്തിലെത്തുന്ന വിലയ പ്രക്രിയയാണിത്. ഭൂമിയെ വെള്ളത്തിൽ വിലയിപ്പിക്കണം, വെള്ളത്തെ അഗ്നിയിൽ, അഗ്നിയെ കാറ്റിൽ, വായുവിനെ ആകാശത്തിൽ വിലയിപ്പിക്കണം, ആകാശത്തെ എല്ലാറ്റിൻ്റെയും പരമകാരണമായ ചിദാകാശത്തിൽ ലയിപ്പിക്കണം. തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ ആകാശാദ്വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ. ആകാശത്തെ എല്ലാറ്റിൻ്റെയും പരമകാരണമായ ചിദാകാശത്തിൽ ലയിപ്പിക്കണം. ഇവിടെ എത്തി യോഗി ലിംഗശരീരമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ നിലകൊള്ളണം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന സൂക്ഷ്മ തന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അവിദ്യ, കർമ്മം
എന്നിങ്ങനെ 19 തത്വങ്ങൾ കൂടി ചേർന്നതാണ് ലിംഗശരീരം. എന്നിട്ട് അണ്ടത്തിന് പുറത്ത് താൻ പ്രപഞ്ചത്തെ മുഴുവൻ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്ന സൂത്രാത്മാവാണെന്ന് ഭാവന ചെയ്യണം. 4 വശത്തും പടർന്നു പ്രസരിക്കുന്ന പ്രാണനിൽ സൂക്ഷ്മഭൂതവർഗത്തോട് കൂടി സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മ ശരീരത്തെ നാമരൂപങ്ങൾ വേർതിരിഞ്ഞിട്ടില്ലാത്ത അവ്യക്തത്തിൽ വിലയിപ്പിക്കണം. നാമരൂപങ്ങൾ വേർതിരിയാതെ കാരണരൂപത്തിൽ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ അവ്യക്തത്തിലാണ്. ഇതിനെ ചിലർ പ്രകൃതിയെന്ന് വിളിക്കുന്നു, ചിലർ മായയെന്ന് വിളിക്കുന്നു, മറ്റു ചിലർ അണുക്കളെന്ന് പറയുന്നു, വേറെ ചിലർ ഇതിനെ അവിദ്യയെന്ന് വിളിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഇവിടെ ലയം പ്രാപിച്ച് അവ്യക്തരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. വ്യക്തികളിൽ ഗാഠനിദ്രയിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറ ഈ അവ്യക്തത്തിന് ദൃഷ്ടാന്തമാണ്. ഈ അവ്യക്തത്തിൽ നിന്നും സത്യം കണ്ടുണരാതെ യഥാർത്ഥ സുഖമറിയാതെ പ്രപഞ്ചഘടകങ്ങൾ വീണ്ടും പൊന്തിവരുന്നു. സൃഷ്ടി ഉള്ളിടത്തോളം ലയവും പൊന്തിവരലും ഇങ്ങനെ ആവർത്തിക്കുന്നു. പൊന്തിവരുന്ന ക്രമമനുസരിച്ച് സൃഷ്ടി, ലയിക്കുന്ന ക്രമമനുസരിച്ച് സംഹാരം. അത സ്ഥാനത്രയം ത്യക്ത്വാ തുരീയം പദമവ്യയം ധ്യായേത് തത്പ്രാപ്തയേ ലിംഗം പ്രവിലാപ്യ പരം വിശേത്. അതഃ സ്ഥാനത്രയം ത്യക്ത്വാ, ഈ അവ്യക്തം കഴിഞ്ഞ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കപ്പുറം അഥവാ സൃഷ്ടിസ്ഥിതി പ്രളയസ്ഥാനങ്ങൾക്കും അപ്പുറമാണ് അവ്യയം തുരീയം പദം, ഒരു നാശവുമില്ലാത്ത തുരീയമെന്ന 4ാമത്തെ അനുഭവസ്ഥാനം. തത് പ്രാപ്തയെ, ആ സ്ഥാനത്ത് എത്താനായി ലിംഗം പ്രവിലാപ്യ സൂക്ഷ്മശരീരത്തെ ബോധപൂർവം അകറ്റി ധ്യായേത്, ധ്യാനിക്കണം. പരം വിശേത്, എന്നിട്ട് ജീവബ്രഹ്മൈക്യരൂപമായ പരമാത്മപ്രാപ്തി നേടണം. ഈ അവ്യക്തം കഴിഞ്ഞ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കപ്പുറം അഥവാ സൃഷ്ടിസ്ഥിതി പ്രളയസ്ഥാനങ്ങൾക്കപ്പുറമാണ് ഒരഴിവുമില്ലാത്ത തുരീയമെന്ന 4ാമത്തെ അനുഭവസ്ഥാനം. ആ സ്ഥാനത്തെത്താനായി സൂക്ഷ്മശരീരത്തെ ബോധപൂർവം അകറ്റി ധ്യാനിക്കണം. എന്നിട്ട് ജീവബ്രഹ്മൈക്യ രൂപമായ പരമാത്മപ്രാപ്തി നേടണം. ലിംഗം പ്രവിലാപ്യ പരം വിശേത്, ജീവബ്രഹ്മൈക്യ രൂപമായ അദ്വൈത അനുഭവമാണ് ജീവിത ലക്ഷ്യം. സ്വശരീരം ഉൾപ്പെടെയുള്ള ജഡപ്രപഞ്ചത്തെ ബോധത്തിൽ ലയിപ്പിച്ച് ചേർത്തു വേണം ഇത് സാധിക്കാൻ. ജഡം മുഴുവൻ ബോധത്തിലെ ഭ്രമദൃശ്യമാണ്. ഇതിനെ എങ്ങനെയാണ് ബോധത്തിൽ ലയിപ്പിക്കുക? മരുഭൂമിയിലെ കാനൽ ജലത്തെ എങ്ങനെയാണ് മരുഭൂമിയിൽ ലയിപ്പിക്കുക? ആദ്യം മരുഭൂമിയെയും വെള്ളത്തെയും വേർതിരിച്ച് കാണുക. എന്നിട്ട് വിചാരം ചെയ്ത് വെള്ളത്തിൻ്റെ കാഴ്ച വെറും ഭ്രമമാണെന്ന് തീരുമാനിക്കുക. അവസാനം ഭ്രമമെല്ലാം അധിഷ്ഠാനം തന്നെ ആയതുകൊണ്ട് ജലവും മരുഭൂമി തന്നെ എന്ന് തീരുമാനിക്കുക. ജഡത്തെ ബോധത്തിൽ ലയിപ്പിക്കുന്ന ക്രമവും ഇതുതന്നെയാണ്. ആദ്യം ബോധവും ജഡവും രണ്ടായി കാണുക. തുടർന്ന് വിചാരം ചെയ്ത് ജഡം ബോധത്തിലെ ഭ്രമദൃശ്യമാണെന്ന് കണ്ടെത്തുക. അവസാനം ബോധം അധിഷ്ഠാനമായതുകൊണ്ട് അതിലെ ഭ്രമമായ ജഡവും ബോധം തന്നെ എന്ന് അനുഭവിക്കുക. ഈ ക്രമം സാധ്യമാക്കാനുള്ള മാനസികമായ ഒരു വ്യാപാരമാണ് നേരത്തെ ചർച്ച ചെയ്ത ലയഭാവനകളെല്ലാം. ആദ്യം ശരീരാംശങ്ങളായ ജഡഭാഗങ്ങളെ ബോധത്തിൽ നിന്നും വേർതിരിച്ചു കാണുക. തുടർന്ന് കാര്യകാരണ പരമ്പരയിലൂടെ ജഗത്തായി കാണപ്പെടുന്ന ജഡത്തെ ബോധത്തിൽ നിന്നും വേർതിരിക്കുക. ദേഹം മുതൽ അവ്യക്തം വരെ ജഡമാണെന്ന് അതോടെ ബോധ്യമാകും. അതോടൊപ്പം ബോധത്തോടു ചേർത്തല്ലാതെ അവയ്ക്ക് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അവ്യക്തം വരെ ബോധത്തിലെ ഭ്രമദൃശ്യമാണെന്ന് കണ്ടെത്തുക. ബോധത്തിലെ ഭ്രമദൃശ്യമായതുകൊണ്ട് അവയെല്ലാം മരുഭൂമിയിലെ വെള്ളം മരുഭൂമി തന്നെയായിരിക്കുന്നത് പോലെ ബോധം തന്നെയാണെന്ന് അനുഭവിക്കുക. ബോധത്തിലെ ഭ്രമദൃശ്യമായതുകൊണ്ട് അവയെല്ലാം മരുഭൂമിയിലെ വെള്ളം മരുഭൂമി തന്നെയായിരിക്കുന്നത് പോലെ ബോധം തന്നെയാണെന്ന് അനുഭവിക്കുക. ഈ അദ്വൈതാനുഭവം ഉറപ്പുവരുന്നതോടെ ലിംഗശരീരം അഥവാ സൂക്ഷ്മശരീരം അഖണ്ഡ ബോധവുമായി ഏകീഭവിച്ച് അനുഭവപ്പെടും. ഇതുതന്നെയാണ് ജീവബ്രഹ്മൈക്യരൂപമായ പരമാത്മപ്രാപ്തി. വിചാരം ചെയ്തുള്ള ഈ വിലയിപ്പിക്കലും ഐക്യപ്രാപ്തിയും ഉപാഖ്യാനവും മറ്റും വായിച്ച് ഒന്നുകൂടി ഉറപ്പിക്കുക. വാൽമീകി തുടർന്നു, ഐക്യബോധാനുഭവത്തോടെ അവ്യക്തമായ കാരണശരീരം അഥവാ അജ്ഞാനം മാറും. അവ്യക്തം നിലവിലുള്ളിടത്തോളം ഭൂതേന്ദ്രിയ മനോബുദ്ധി വാസനാ കർമ്മമയമായ സൂക്ഷ്മശരീരവും ശേഷിക്കാനിടവരും. അവ്യക്തം നിലവിലുള്ളിടത്തോളം ഭൂതേന്ദ്രിയ മനോബുദ്ധി വാസനാ കർമ്മമയമായ സൂക്ഷ്മ ശരീരവും ശേഷിക്കാനിടവരും. അദ്വൈത ഭാവന ഉറപ്പുവരുന്നതോടെ ലിംഗശരീരമാകുന്ന ചങ്ങലക്കെട്ടിൽ നിന്നും ഞാൻ പൂർണ്ണമോചനം നേടുന്നു.
തേടുന്നു. തുടർന്ന് ഞാൻ ബോധാംശം തന്നെയായതുകൊണ്ട് അഖണ്ഡ ബോധാനന്ദ സാഗരത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. അഭേദ പരമാത്മാസ്മി സർവോപാധി വിനിർവിവർജിത കൂടസ്ഥ കേവലോ വ്യാപീ ചിദച്ഛിച്ഛക്തിമാനഹം. ഭേദമില്ലാത്തതുകൊണ്ട് ഞാൻ പരമാത്മാവ് തന്നെ. ഒരു ഉപാധിയും എന്നെ പരിമിതപ്പെടുത്തുന്നില്ല. ഞാൻ നിർവികാരനാണ്, കേവലനാണ്, സർവവ്യാപിയാണ്, ജീവജഡശക്തികളെ ഉൾക്കൊള്ളുന്നവനാണ്. കുടമില്ലെങ്കിൽ കുടത്തിലെ ആകാശം മഹാകാശമാകുന്നതുപോലെ ദേഹത്തെ മാറ്റി നിർത്തിയാൽ ഞാൻ അഖണ്ഡബോധം. ഈ സ്ഥിതിയെയാണ് ഉപനിഷത്തുക്കൾ ജീവബ്രഹ്മ ഐക്യമെന്ന് വിളംബരം ചെയ്യുന്നത്. തീക്കുണ്ഡത്തിൽ പതിച്ച തീപ്പൊരി വലിയ തീയായി ഭവിക്കുന്നത് പോലെ ജഡം ബോധവുമായി തന്മയീഭവിച്ചാൽ ബോധമായി മാറുന്നു. ഉപ്പളത്തിലിടുന്ന പുല്ലും മറ്റും ഉപ്പായി തന്നെ ഭവിക്കുന്നു. അചേതനം ജഗന്യസ്തം ചൈതന്യേ ചേതനീ ഭവേത് യഥാ വൈ ലവണഗ്രന്ഥി സമുദ്രേ സൈന്ധവോ യഥാ. ജഡമായ ജഗത്ത് ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുന്നതോടെ ചൈതന്യമായി ഭവിക്കുന്നു. ഉപ്പുപാവ കടലിൽ നിക്ഷേപിക്കപ്പെട്ടാൽ കടൽ ഉപ്പായി മാറുന്നതുപോലെ സമുദ്രത്തിൽ ഒഴുകി വീഴുന്ന നദികൾ നാമരൂപങ്ങൾ വെടിഞ്ഞ് സമുദ്രമായി തീരുന്നത് പോലെ, വെള്ളവുമായി ചേരുന്ന വെള്ളം പോലെ, പാലുമായി ചേരുന്ന പാല് പോലെ, നെയ്യുമായി ചേരുന്ന നെയ്യുപോലെ ഇവ ഒരിക്കലും നഷ്ടമാവുകയല്ല, വിശേഷതകൾ വിട്ട് ലയിക്കുകയാണ്. അതുപോലെ ഞാനും വിശേഷതകൾ വിട്ട് ചേതനയിൽ പ്രവേശിക്കുന്നു. നിത്യാനന്ദ സ്വരൂപനും സർവജ്ഞനും പരമകാരണവും ശാന്തനും സർവഗതനും നിഷ്കളങ്കനും ശുദ്ധനുമായ ചേതനനായി ഞാൻ മാറുന്നു. നിഷ്കളൻ, നിഷ്ക്രിയൻ, ശുദ്ധൻ, പരമാത്മാവ്, അതാണ് ഞാൻ. കേവലനും സത്യസങ്കൽപ്പനും ശുദ്ധനുമായ പരബ്രഹ്മമാണ് ഞാൻ. പുണ്യപാപ വിനിർമുക്തം കാരണം ജഗതഃ പരം അദ്വിതീയം പരം ജ്യോതിർ ബ്രഹ്മാസ്മ്യാനന്ദമദ്വയം. ജഗത്തിൻ്റെ പുണ്യപാപങ്ങൾ സ്പർശിക്കാത്ത ആദി കാരണമാണ് ഞാൻ. രണ്ടില്ലാത്ത അദ്വയബോധ വസ്തുവാണ് ഞാൻ. വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചം, അദ്വയാനന്ദ രൂപമായ ബ്രഹ്മം. ഒരാൾ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കവേ തന്നെ ഈ ഗുണങ്ങളൊക്കെയുള്ളതും മായാഗുണരഹിതവുമായ ബ്രഹ്മത്തെ ഭാവന ചെയ്തുറപ്പിക്കേണ്ടതാണ്. സർവം ബ്രഹ്മമയമായി ഇപ്രകാരം ഭാവന ചെയ്തുറപ്പിക്കുമെങ്കിൽ നാനാത്വ ചഞ്ചലമായ മനസ്സ് അതോടെ അസ്തമിക്കും. മനസ്സ് അചഞ്ചലമായാൽ അതോടെ ആത്മാവ് സ്വയം തെളിയും, ചിത്തം പ്രസന്നമാകും. 356 ശ്ലോകം. പ്രസാദേ സർവദുഃഖാനാം ഹാനി സ്യാത് സുഖമാത്മനി സ്വയമാത്മാത്മനാത്മാനമാനന്ദം പ്രതിപദ്യത്തെ. ചിത്തം പ്രസന്നമായാൽ അതോടെ എല്ലാ ദുഃഖങ്ങളും വിട്ടകലുന്നു. ആത്മാവ് സ്വയം ആത്മാവിൽ ആനന്ദരൂപനായ ആത്മാവിനെ കണ്ടെത്തുന്നു. ഭരദ്വാജ, വസിഷ്ഠോപദേശ സാരമിതാ ഞാൻ നിന്നെ കേൾപ്പിച്ചിരിക്കുന്നു. ഈ യോഗമാർഗവും ജ്ഞാനമാർഗവും കുഞ്ഞെ അംഗീകരിക്കൂ. മഹാപ്രാജ്ഞനായി നീ എല്ലാം അറിഞ്ഞവനായിത്തീരും. ശാസ്ത്രപാഠവും ഗുരുവാക്യാർത്ഥവും നല്ലപോലെ വിചാരം ചെയ്തറിയണം. തുടർന്ന് അവയെ ജീവിതത്തിൽ ആവർത്തിച്ച് അഭ്യസിച്ച് അനുഭവിക്കണം. അതുകൊണ്ട് നിരന്തരമായ ബ്രഹ്മഭാവനാഭ്യാസത്തിന് പ്രയത്നം ആരംഭിക്കൂ. അഭ്യാസാത് സർവസിദ്ധി സ്യാദിതി വേദാനുശാസനം തസ്മാത് ത്വം സർവമുത്സൃജ്യ കുർവഭ്യാസേ സ്ഥിരം മതിഃ. അഭ്യാസം കൊണ്ടെല്ലാം നേടാൻ കഴിയുമെന്നാണ് വേദവിധി. അതുകൊണ്ട് മറ്റെല്ലാം വിട്ടിട്ട് നിരന്തരം അഭ്യാസത്തിന് തയ്യാറാവൂ. ഇത്രയുമായപ്പോൾ ഭരദ്വാജൻ ചോദിച്ചു, രാമൻ സ്വയം ആത്മയോഗം കൈവരിച്ചല്ലോ, അതു കഴിഞ്ഞ് വസിഷ്ഠനുമായി അദ്ദേഹം എങ്ങനെ വ്യവഹരിച്ചു? അതറിഞ്ഞാൽ അഭ്യാസത്തിനായി എനിക്കും അതുപോലെ യത്നിക്കാമല്ലോ. സമാധിയിലും വ്യുത്ഥാനത്തിലും എനിക്കും ആ മാർഗം പിന്തുടരാമല്ലോ. വാൽമീകി പറഞ്ഞു, രാമൻ തികച്ചും സ്വരൂപാനുഭവം നേടിയവനായി. തുടർന്ന് വിശ്വാമിത്രൻ വസിഷ്ഠനോട് ഇങ്ങനെ അരുളി ചെയ്തു. വിശ്വാമിത്രൻ പറഞ്ഞു, അല്ലയോ വസിഷ്ഠ മഹാമുനെ, അങ്ങ് മഹാപുണ്യശാലിയും മഹാനുമായ ബ്രഹ്മപുത്രനാണ്. അങ്ങയുടെ ഗുരുത്വശക്തി വേണ്ട പോലെ വേണ്ടിടത്ത് പ്രകടമായിരിക്കുന്നു. ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും ഉപദേശവാക്കുകൊണ്ടും കാരുണ്യപൂർവ്വം ശിഷ്യദേഹത്തിൽ ഈശ്വരശക്തി കടത്തിവിട്ട് പ്രകടമാക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരു. ഈ രാമനോ വിശുദ്ധനും സ്വതേ വിരക്തനും സ്വയം വിശ്രാന്തി മാത്രം കൊതിച്ച് പരമപദത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശിഷ്യപ്രജ്ഞൈവ ബോധസ്യ കാരണം ഗുരുവാക്യതഃ
മലത്രയമപക്വം ചേത് കഥം ബുദ്ധ്യതി പക്വവത്. ഗുരുപദേശത്തിലൂടെ സത്യബോധം ഉൾക്കൊള്ളാൻ പ്രധാന കാരണം ശിഷ്യബുദ്ധിയുടെ പാകതയാണ്. സത്വരജസ് തമസ്സുകളെന്ന മലത്രയം വേണ്ട പോലെ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ പാകപ്പെട്ട ബുദ്ധി ഗ്രഹിക്കുന്നത് പോലെ സത്യത്തെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഗുരുശിഷ്യന്മാർ വേണ്ട പോലെ സംയോജിക്കുന്നിടത്ത് ജ്ഞാനം പ്രത്യക്ഷ അനുഭവമായിത്തീരുന്നു. എന്നെപ്പോലുള്ളവർക്ക് ആ ഗുരുവും ശിഷ്യനും ഒരുപോലെ ജ്ഞാനികളായിത്തീരുന്നു. രാമനെ ഇനി കർമ്മരംഗത്തേക്ക് ഉണർത്തിവിടേണ്ടിയിരിക്കുന്നു. ലോകകാര്യത്തിനായി രാമൻ കർമ്മരംഗത്ത് വർത്തിച്ചേ തീരൂ. പ്രഭോ, ഞാൻ എന്തുദ്ദേശിച്ചിവിടെ വന്നുവോ ആ മഹത് കാര്യം തന്നെ അങ്ങൊന്ന് ഓർമ്മിക്കൂ. വളരെ ക്ലേശിച്ച് ദശരഥ മഹാരാജാവിനെ തന്നെ ഞാൻ സമ്മതിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ശുദ്ധമായ മനസ്സുകൊണ്ട് ആ കാര്യം വൃഥാവിലാക്കി തീർക്കരുതേ. അവതാരകാര്യവും വേറെ രാമന് നിർവഹിക്കാനുണ്ട്. എന്നോടുകൂടി രാമൻ സിദ്ധാശ്രമത്തിലെത്തിയാൽ രാക്ഷസന്മാരെ വധിച്ച് യാഗവിഘ്നം ഒഴിവാക്കും. തുടർന്ന് ഗൗതമപത്നിയായ അഹല്യയ്ക്ക് ശാപമോചനം നൽകും. നിശ്ചയദാർഢ്യമുള്ള രാമൻ ശിവചാപം ഖണ്ഡിച്ച് ജനകാത്മജയായ സീതയെ പരിണയിക്കും. വനമധ്യത്തിൽ ജമദഗ്നിപുത്രനായ രാമൻ്റെ തപസ് ഏറ്റുവാങ്ങും. ഇവിടെ തിരിച്ചെത്തി പരമ്പരാപ്രാപ്തമായ രാജ്യമുപേക്ഷിക്കും. നിസ്പൃഹനാണ് രാമൻ. വനവാസ വ്യാജേന കാട്ടിലെത്തി വനവാസികളെ സമുദ്ധരിക്കും. സീതയെ രാവണനിൽ നിന്നും വീണ്ടെടുക്കാനുള്ള യാത്രയുടെ മധ്യത്തിൽ സംസാര ദുഃഖത്തിൽ പെട്ടുഴലുന്നവർക്കായി തീർത്ഥസ്നാനങ്ങൾ ഏർപ്പെടുത്തും. രാവണാദി രാക്ഷസരെ വധിച്ച് ലോകത്തെ രക്ഷിക്കും. സാധാരണ മനുഷ്യനെ അനുകരിച്ചുകൊണ്ട് ബാലിവധത്തിലൂടെയും രാവണവധത്തിലൂടെയും സ്ത്രീസംഘം വരുത്തിവെക്കുന്ന ദോഷം ലോകത്തെ ബോധ്യപ്പെടുത്തും. വാനരന്മാരെ സമാശ്രയിക്കും. സീതയുടെ ചാരിത്രശുദ്ധി തെളിയിക്കാൻ നിർബന്ധിക്കും. നിസ്പൃഹനാണ്, ജീവൻ മുക്തനാണ്. എങ്കിലും ക്രിയാകാണ്ഡപരനായി ജ്ഞാനകർമ്മ സമുച്ചയം ലോകത്തിന് വെളിവാക്കി കൊടുക്കും. രാമനെ ആരൊക്കെ കണ്ടുവോ, ആരൊക്കെ സ്മരിച്ചുവോ, ആരൊക്കെ അറിഞ്ഞുവോ, ആരൊക്കെ കേട്ടുവോ, അങ്ങനെ ഏതവസ്ഥയിൽ കഴിയുന്നവർക്കും ജീവൻ മുക്തി സാധ്യമാകും. ഇങ്ങനെ മുനി ലോകത്തിൻ്റെയും കാര്യങ്ങൾ മഹാനായ രാമന് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. രാമന് നമസ്കാരം. ഈ സഭാവാസികളെല്ലാം ഭാഗ്യശാലികളാണ്. ആരാണ് ഇത്തരമൊരു മഹാത്മാവിനെ കണ്ടെത്തുക? വസിഷ്ഠ മഹാമുനെ അനന്തരകാര്യങ്ങൾക്കായി മനസ്സുവെച്ചാലും. വാൽമീകി പറഞ്ഞു. വിശ്വാമിത്ര മുനി ഇത്രയും പറഞ്ഞു നിർത്തി. മഹാതേജസ്വിയായ വസിഷ്ഠൻ രാമനോട് അരുളി ചെയ്തു. വസിഷ്ഠൻ പറഞ്ഞു, രാമ, മഹാപുരുഷനായ രാമ, ചിന്മയനായ രാമ, ഇപ്പോൾ വിശ്രമിക്കാൻ സമയമായില്ല. ലോകസംഗ്രഹത്തിലൂടെ ലോകത്തെ ആനന്ദിപ്പിക്കാൻ ഒരുമ്പെടൂ. ഒരു യോഗിക്ക് തൻ്റെ ലോകസംഗ്രഹ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ നിർമ്മലമായ പൂർണ്ണസമാധി ഉറപ്പുവരുന്നതല്ല. അതുകൊണ്ട് നശ്വരങ്ങളാണെങ്കിലും രാജ്യാദി കാര്യങ്ങൾ വേണ്ട പോലെ ആലോചിച്ച് നിറവേറ്റി ദേവകാര്യങ്ങളും പൂർത്തിയാക്കിയിട്ട് സുഖവാനായി ഭവിക്കൂ. വാൽമീകി പറഞ്ഞു. രാമൻ സമാധിയിലാണ്ടിരിക്കുകയായിരുന്നു. വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞെങ്കിലും രാമൻ അനങ്ങിയില്ല. തുടർന്ന് വസിഷ്ഠൻ സുഷുമ്നാ നാഡി വഴി രാമഹൃദയത്തിൽ പ്രവേശിച്ചു. രാമൻ്റെ ജീവബോധത്തെ ഉണർത്തി. രാമൻ ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സുമെല്ലാം പ്രശാന്തമാക്കി. സുഷുപ്തിയിൽ എന്ന പോലെ ഇരിക്കുകയായിരുന്നെങ്കിലും വസിഷ്ഠൻ ഹൃദയത്തിലെത്തിയതോടെ പതുക്കെ കണ്ണുകൾ തുറന്നു. അതിരിട്ട് സന്തോഷിച്ചിരിക്കുന്ന വസിഷ്ഠ മുഖ്യരായ മഹാമതികളുടെ മുമ്പിൽ എല്ലാ ആശയങ്ങളും വെടിഞ്ഞവനായി കൃത്യാകൃത്യ വിചാരമൊന്നും തന്നെ ഇല്ലാതെ എല്ലാവരെയും നോക്കി ഇങ്ങനെ പറഞ്ഞു. രാമൻ പറഞ്ഞു, ഗുരു, അങ്ങയുടെ ഉപദേശാനുഗ്രഹം നേടിയ എനിക്കിന്ന് വിധിയില്ല, നിഷേധമില്ല. എങ്കിലും അങ്ങയുടെ വാക്ക് ഞാൻ അനുസരിക്കുന്നു. വേദാഗമ പുരാണങ്ങളിലും സ്മൃതികളിലും ഗുരുവാക്യമാണ് വിധിയെന്ന് കീർത്തിക്കപ്പെടുന്നു. ഇത് നിഷേധിക്കുന്നത് നിഷേധവും. വാൽമീകി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കൃപാനിധിയായ രാമൻ വസിഷ്ഠപാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ചുറ്റും നിന്നവരെ നോക്കി ഇപ്രകാരം പറഞ്ഞു. 359 ശ്ലോകം. സർവേ ശൃണുത ഭദ്രം വോ നിശ്ചയേന സുനിശ്ചിതം ആത്മജ്ഞാനാൽ പരം നാസ്തി ഗുരോരപി ച തദ്വിദഃ. സർവേ വഹ ഭദ്രം ശൃണുത, എല്ലാവരും നിങ്ങളുടെ നന്മ കേട്ടുകൊള്ളുവിൻ. നിശ്ചയേന സുനിശ്ചിതം, എല്ലാം നല്ലപോലെ വിചാരം ചെയ്തു കണ്ടെത്തിയ അങ്ങേയറ്റത്തെ നിശ്ചയം. ആത്മജ്ഞാനാത് പരം നാസ്തി, ആത്മജ്ഞാനത്തിനപ്പുറം ഇവിടെ ഒന്നും നേടാനില്ല. തദ്വിദ ഗുരോഹോ അഭി, അതു പറഞ്ഞു തരുന്ന ഗുരുവിനുമപ്പുറം അഭിവന്ദ്യനായി ആരുമില്ല. എല്ലാവരും നിങ്ങളുടെ നന്മ കേട്ടുകൊള്ളുവിൻ. എല്ലാം നല്ലപോലെ വിചാരം ചെയ്തു കണ്ടെത്തിയ അങ്ങേയറ്റത്തെ നിശ്ചയം. ആത്മജ്ഞാനത്തിനപ്പുറം ഇവിടെ ഒന്നും നേടാനില്ല. അതു പറഞ്ഞു തരുന്ന ഗുരുവിനുമപ്പുറം അഭിവന്ദ്യനായി ആരുമില്ല. ആത്മജ്ഞാനാൽ പരം നാസ്തി, ആത്മജ്ഞാനത്തിനപ്പുറം ഈ ലോകത്തിലൊന്നും നേടാനില്ല. എന്താണ് ആത്മജ്ഞാനം?
അവനവനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്തുന്നതാണ് ആത്മജ്ഞാനം. എല്ലാവരും തന്നെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെക്കുറിച്ച് അറിഞ്ഞു നേടാനാണ് യത്നിക്കുന്നത്. ഫലമോ എന്തൊക്കെ അറിഞ്ഞിട്ടും ജീവിത രഹസ്യം തെളിയാതിരിക്കൽ. തന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ യത്നം തന്നെ എന്തപഹാസ്യം. ആത്മാവിനെ അറിഞ്ഞവർ ഉച്ചൈസ്തരം പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നു. ആത്മാവിനെ അറിയൂ, അതോടെ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. ഇനിയും എന്താണ് അറിവ്? ദുഃഖശമനത്തിനല്ലേ? പുറമെ എന്തൊക്കെ അറിഞ്ഞിട്ടും ജീവിതത്തിൽ ദുഃഖം ശമിക്കുന്നുണ്ടോ? ശമിക്കുന്നില്ലെന്നു മാത്രമല്ല, ദുഃഖം കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇക്കാര്യത്തിലും ആത്മജ്ഞാനികൾ പെരുമ്പറ മുഴക്കി ഘോഷിക്കുന്നു. ആത്മാവ് ആനന്ദസ്വരൂപമാണ്. അതിനെ വേണ്ട പോലെ അറിയൂ. ജീവിതത്തിലെ എല്ലാ ദുഃഖവും അതോടെ അവസാനിക്കും. ഈ ആത്മാവിനെ അകലെയെങ്ങാനും പോയി അറിയേണ്ടതുണ്ടോ? അതുമില്ല. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ ആത്മാവ് പ്രത്യക്ഷമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി എന്താണ് അറിവാനുള്ളത്? ഞാനിൻ്റെ പൂർണ്ണരൂപമാണ് അറിയാനുള്ളത്. ഞാൻ ബോധമാണ്. എന്നിലെ ഈ ബോധം തന്നെയാണ് പ്രപഞ്ചത്തെ ആകെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അതെങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും? അല്പമൊന്ന് യുക്തിവിചാരം ചെയ്താൽ ബോധമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നതെന്ന് ആർക്കും തെളിയും. തുടർന്ന് എല്ലാം ബോധമയമെന്ന് ഭാവന ചെയ്തുകൊണ്ട് കർമ്മമാർഗത്തിൽ ചലിക്കണം. അപ്പോൾ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ കുറയും. അതോടെ ഞാനെന്ന ബോധം അനന്തതയിലേക്ക് വികസിച്ച് പൂർണ്ണരൂപം കാട്ടിത്തരും. എല്ലാ സംശയങ്ങളും തീരും, എല്ലാ ഭയങ്ങളും തീരും. ഇത് കണ്ടെത്താനും അനുഭവപ്പെടുത്താനും എളുപ്പം. അദ്വൈത ഭാവന പുലർത്തുന്നതിന് ഒരു വ്യവസ്ഥയുമില്ല. കാലമോ ദേശമോ ജാതിയോ മതമോ ഒന്നും തടസ്സമല്ല. ഇത്രയും വിശിഷ്ടമായ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ മനുഷ്യന് അതിലപ്പുറം എന്താണ് നേടാനുള്ളത്? പൂർണ്ണമായ ഈ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് രാമൻ്റെ പ്രഖ്യാപനം എന്നോർക്കണം. പൂർണ്ണമായ ഈ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് രാമൻ്റെ പ്രഖ്യാപനം എന്നോർക്കണം. സിദ്ധന്മാർ പറഞ്ഞു, രാമ, ഞങ്ങൾക്കെല്ലാം ഇക്കാര്യം ഉറപ്പു വന്നിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഈ സംഭാഷണം കേൾക്കാൻ ഇടവന്നതിനാൽ നല്ലപോലെ ദൃഢപ്പെട്ടു. മഹാരാജാവായ രാമ, അങ്ങേക്ക് ഞങ്ങളുടെ പ്രണാമം. വസിഷ്ഠ മഹാമുനിയോടും അനുവാദം വാങ്ങി ഞങ്ങൾ മടങ്ങുന്നു. ഇങ്ങനെ പറഞ്ഞ് രാമനെ സ്തുതിച്ചുകൊണ്ട് അവരെല്ലാം വിടവാങ്ങി. രാമൻ്റെ ശിരസിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. വാൽമീകി തുടർന്നു, ഭരദ്വാജ, രാമകഥ ഇങ്ങനെ മുഴുവൻ ഞാൻ നിന്നെ കേൾപ്പിച്ചു കഴിഞ്ഞു. ഈ ക്രമം പിന്തുടർന്ന് സത്യാനുഭവം നേടി സുഖിച്ചു കഴിയൂ. രാമൻ ബ്രഹ്മാനുഭവം നേടിയ സന്ദർഭമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. വസിഷ്ഠ മഹാമുനിയുടെ വചനരത്നങ്ങൾ കോർത്തിണക്കിയ വിശിഷ്ടമായ ഒരു ഹാരമാണിത്. കവികൾക്കും യോഗിമാർക്കും ഒരുപോലെ മാറിലണിയാവുന്നത്. പരമഗുരു കാരുണ്യത്താൽ ഇത് മുക്തിമാർഗം വ്യക്തമായി തെളിയിക്കുന്നു. യ ഇദം ശൃണുയാൻ നിത്യം വിധിം രാമവസിഷ്ഠയോഃ സർവാവസ്ഥോപി ശ്രവണാൻ മുക്തിമാർഗം നിഗച്ഛതി. രാമൻ്റെയും വസിഷ്ഠൻ്റെയും നിശ്ചയരൂപമായ ഈ സംഭാഷണം ദിവസവും ആരു കേൾക്കുന്നുവോ അയാൾക്ക് ഏതവസ്ഥയിലും മുക്തിമാർഗം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ വസിഷ്ഠ രാമചന്ദ്ര സംവാദോ നാമ 18 സർഗഃ. നിർവാണപ്രകരണം സമാപ്തം. വാസിഷ്ഠസുധ സമ്പൂർണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. അത് പൂർണ്ണം, ഇത് പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം പൊന്തി വരുന്നു. പൂർണ്ണത്തിൻ്റെ പൂർണ്ണം തിരിച്ച് സംഹരിച്ചുകൊണ്ട് പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി ഓം തത്സത്.